Hi everyone, welcome back to Kavita Sugar and Spice. ഇന്ന് ഞാൻ വിവിധ തരം റൈസ് റെസിപ്പീസാണ് പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാം നിങ്ങൾക്ക് കറികളൊന്നും ഇല്ലാതെ മേ ബി ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു തോരനോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ കഴിക്കാവുന്ന കുറച്ച് റെസിപ്പീസാണ്. ഇതിലെ ഓരോ റെസിപ്പിയുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസും എല്ലാം കാണാം. ഇതൊരു ക്വിക്ക് റീക്യാപ്പാണ്. നമുക്ക് ആദ്യം മഷ്റൂം ഫ്രൈഡ് റൈസ് എന്ന് തുടങ്ങാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും സവോള നീളത്തിൽ അരിഞ്ഞതും ഒരു തരി ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം കുറച്ച് പെപ്പറും കൂടി ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി വേവിച്ച് തണുത്തൊരു ബസ്മതി റൈസ് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ അപ്പം കുക്ക് ചെയ്തതാണെങ്കിൽ അത് തണിഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ. അപ്പോൾ ആ ചോറ് ഈ മിക്സ്ചറിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടിയും സോയ സോസും ഉപ്പും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം ഫ്രൈഡ് റൈസ് റെഡി. അടുത്തതായിട്ട് കോക്കനട്ട് മിൽക്ക് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു കപ്പ് ബാസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം നെയ്യും വെജിറ്റബിൾ ഓയിലും ചൂടാക്കി അതിലേക്ക് ഒരു 12 കാഷ്യൂ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതേ എണ്ണയിലേക്ക് 2 ഏലക്കായ, 4 ഗ്രാമ്പു, ഒരു വഴനയില ഇത്രയും സാധനങ്ങൾ ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം 2 പച്ചമുളകും ഒരു വലിയ സവോളയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിയുടെ ഓരോ ടീസ്പൂൺ വീതമുള്ള ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് ഒരു തരി ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അതൊന്ന് വാടുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഞാനിവിടെ ക്യാൻഡ് കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്തത്. അപ്പം ഞാൻ 1 കപ്പ് ക്യാനത്തെ കോക്കനട്ട് മിൽക്കും പിന്നെ 1/2 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചത്. നിങ്ങൾ ഫ്രഷാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് ഒന്നാം പാലും 1/2 കപ്പ് രണ്ടാം പാലും ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന അരിയിൽ നിന്ന് വെള്ളപ്പൂറ്റി കളഞ്ഞ് അതുകൂടി ഇതിൽ ചേർക്കുക. എന്നിട്ട് പ്രഷർ കുക്കർ മൂടി വെച്ച് ഒരു 3 വിസിലിനായിട്ട് വെയിറ്റ് ചെയ്യണം. ആവി തനിയെ എസ്കേപ്പ് ആയതിനു ശേഷം വേണം മൂടി തുറക്കാൻ. കറക്റ്റായി കുക്കായിട്ടുണ്ടാവും. ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും മല്ലിയിലയും ചേർത്ത് കഴിഞ്ഞാൽ ചൂടോടെ സെർവ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് മൂങ്കാൽ കിച്ചടി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ബ്രൗൺ റൈസ് ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് ചെറുപയർ പരിപ്പും കൂടി ചേർത്ത് വെള്ളമൊഴിച്ച് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങളിട്ട് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളിയും 2 പച്ചമുളകും ചേർത്ത് ആദ്യം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ കായവും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന അരിയും പരിപ്പുമായിട്ടുള്ള മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ 1 കപ്പ് അരിയും പരിപ്പിനും ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ പ്രഷർ കുക്ക് ചെയ്യാം. അതിനുശേഷം തുറന്ന് നോക്കുക. നമ്മുടെ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ടാകും. കുറച്ച് വാട്ടറി ആയിരിക്കും അത്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടി അഡീഷണലായി ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം. അടുത്തത് നമ്മളൊരു കൊറിയാണ്ടർ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു സോസ് പാനിലേക്ക് എണ്ണ ചൂടാക്കി അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, വഴനയില ഇത്രയും സാധനങ്ങളൊന്ന് ചൂടാക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ച് തിളച്ച് കഴിയുമ്പം അതിൽ ഉപ്പിട്ടിട്ട് നമ്മൾ കഴുകി ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് ഒരു 1.5 കപ്പോളം ഉണ്ട്. അത്രയും ഇട്ട് അത് തിളച്ച് കഴിയുമ്പം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ അരി ഒരു 90% വെന്തിട്ടുണ്ടാവും. അതിനുശേഷം അതിനെ മറ്റൊരു പരന്ന പാത്രത്തിലിട്ട് തണിയാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് മല്ലിയില, 2 പച്ചമുളക്, ഇഞ്ചി, കുറച്ച് തേങ്ങ ഇത്രയും സാധനങ്ങൾ ഒരു സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പം അതിൽ കുറച്ച് ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, സവാള, 2 പച്ചമുളക് ഇത്രയും സാധനങ്ങൾ നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. അടച്ചു വെച്ചിട്ടാണ് വഴറ്റുന്നത്. കുറച്ച് ഉപ്പും കൂടി ചേർക്കണം.
അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കൊറിയാണ്ടർ പേസ്റ്റ് അതിലേക്ക് ചേർക്കുക. അതിനുശേഷം നമ്മുടെ ചോറ് ഇപ്പോൾ തണിഞ്ഞ് നല്ല ഉതിർന്നു നിൽക്കുന്നുണ്ട്. ആ ചോറ് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൊറിയാണ്ടർ റൈസ് ഇവിടെ റെഡി. നെക്സ്റ്റ് നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഗീ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിനായിട്ട് ഞാൻ റൈസ് കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ പണി എളുപ്പമാക്കാനായിട്ട് ഒരു 3.5 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ റൈസ് കുക്കറിൽ ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യും നമ്മുടെ എല്ലാ സ്പൈസസും ഉപ്പും ചേർത്തു. ഇനി ഇതിലേക്ക് ഓൾറെഡി കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് ജീരകശാല അരിയാണ് ഞാൻ ചേർത്തത്. ബാസ്മതി വേണമെങ്കിൽ അത് ചേർക്കാം. അതിനുശേഷം അത് മൂടി വെച്ച് കുക്കിലേക്ക് സെറ്റ് ചെയ്യുക. വോമിലേക്ക് ആയതിനു ശേഷം മൂടി തുറന്ന് അതിലേക്ക് കുറച്ച് മല്ലിയിലയും വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, അതോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കഴിയുമ്പം നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗീ റൈസ് റെഡി. നെക്സ്റ്റ് നമുക്ക് ഒരു പാലക് പനീർ പുലാവ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് 1 കപ്പ് ബാസ്മതി റൈസ് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മളിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. 1 പിടി പാലക്കാണ് ഞാൻ എടുത്തത്. ആ പാലക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് മിക്സിയുടെ ജാറിൽ അരച്ച് മാറ്റി വയ്ക്കുക. ഇനിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് എല്ലാ സ്പൈസസും, ജീരക അടക്കമുള്ള എല്ലാ സ്പൈസസും, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, വലിയ ഉള്ളിയും 2 പച്ചമുളകും ചേർത്ത് 1 തരി ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് അതിനെ ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ ആ പേസ്റ്റും കൂടി ചേർത്ത് അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വെള്ളം സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയും പനീർ കഷ്ണങ്ങളും 2 തണ്ട് പുതിന ഇലയും കൂടി ചേർത്ത് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കുക. ഉപയോഗിക്കുന്ന അരിക്ക് അനുസരിച്ച് വെള്ളം കൂട്ടുക കുറയ്ക്കുക എന്നുള്ളത് യുക്തി പോലെ ചെയ്യാം. അങ്ങനെ നമ്മുടെ പാലക് പനീർ പുലാവ് ഇവിടെ റെഡി. ചൂടോടെ നമുക്കത് സെർവ് ചെയ്യാം. അങ്ങനെ വ്യത്യസ്തമായ 6 തരം റൈസ് റെസിപ്പീസാണ് നമ്മളിവിടെ കണ്ടത്. എല്ലാവർക്കും ഈ സമയത്ത് ഈ റെസിപ്പീസൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ മറ്റൊരു വ്യത്യസ്തമായ റെസിപ്പിയായി കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ബൈ.